ഇന്നേ നമുക്കൊരു മഷ്റൂം റോസ്റ്റിൻ്റെ റെസിപ്പി ആയാലോ? ആന്നേ, നമ്മുടെ കൂണ് നമ്മൾ എണ്ണ ഒഴിച്ച് പെരിഞ്ജീരകം പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കുക കേട്ടോ. ഉപ്പും മഞ്ഞളും ചേർക്കുക. അതിലേക്ക് നമ്മൾ അന്ന് പൊടിച്ച് വെച്ച മസാലയില്ലേ, നമ്മുടെ പട്ട, പെരിഞ്ജീരകം, കുരുമുളക്, മല്ലിപ്പൊടി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വരട്ടി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് കൂണ് തട്ടിയിട്ട് നന്നായിട്ട് തുറന്ന് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. കൂണിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കൂണുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് പണ്ടത്തെ ഒരു കഥയാണ് കേട്ടോ മനസ്സിലേക്ക് വരുന്നത്. ഞാനും അമ്മയും കൂടി, അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് അമ്മയുടെ അടുത്ത് പോവായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് അവിടെ മൺതിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആദ്യത്തെ ഇടി വെട്ടുമ്പോൾ കൂണ് മുളയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടില്ലേ, അത് തന്നെ. അപ്പോൾ ഈ മൺതിട്ടിൽ കൂണ് മുളച്ച് നിൽക്കുന്നുണ്ടാവും. അത് പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മ അത് സവാളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി നല്ല റോസ്റ്റ് ഉണ്ടാക്കി തരുന്നതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട് കേട്ടോ. നമ്മുടെ ഈ മീൻ മുട്ട, ഈ കൂണ്, അതൊക്കെയായിരുന്നു അന്നത്തെ ഏറ്റവും രുചികരമായ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ കൂണിനൊന്നും ആ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ.